Dear students, all are welcome to another class of Management Concept and Principles. Today we are discussing about the term organizing. In this class we included the topic nature, importance, principles and organizational structure. Okay, let us see the detailed class. In previous classes, we learned about the term what is organization and what is the purpose of organization and the nature of organizations and what are the elements of organizations. Today, we discussing about the term organizing. Okay, organizing means dividing and grouping activities and resources. It simply means dividing the activities or grouping the activities for achieving a common goal. It's also called as it's a process of dividing resources. That means men, machine, and materials, dividing them to dividing them for the achievement of a common goal. It's a process of arranging people and other resources to work together to accomplish a goal. It is a process of arranging people means men, and other resources, that is machine and material, to work together for a for a achieving of a predetermined goals. Okay, therefore organizing is a process of identifying and grouping various activities and bringing together, that means physical, financial and human resources, and establishing a productive relationship among them and for the achievement of a specific goals. അതായത് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുകയും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഒരുമിച്ച് ചേർക്കുകയും അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് ആയ മെഷീൻ, അതുപോലെ അല്ലെങ്കിൽ മെഷീൻ മെറ്റീരിയൽ, ദാറ്റ് മീൻസ് ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ഈ പറയുന്ന റിസോഴ്സസിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ പറയുന്ന ആക്ടിവിറ്റിയെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പിംഗ് ടുഗദർ ആയിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്പെസിഫിക് ഗോൾസ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ അച്ചീവ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഇറ്റ്സ് എ പ്രോസസ് ഓഫ് arranging people and other resources to work together to accomplish a goal. It's a process of arranging people and other resources for what purpose? To work together to achieving a specific goals or common goal. That process is called organizing. അപ്പോൾ നമ്മുടെ പീപ്പിളും അതുപോലെ തന്നെ മറ്റ് അതർ റിസോഴ്സസിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവർ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത നമ്മുടെ ഗോളിലേക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ലൂയിസ് എ അലൻ, അദ്ദേഹം പറഞ്ഞത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് ഇഫക്റ്റീവ്ലി ടുഗദർ ഇൻ അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ടേമിൻ്റെ മീനിങ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം ഓർഗനൈസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഓർഗനൈസിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ വർക്ക് പെർഫോം ചെയ്യേണ്ട വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യുക ആൻഡ് ഡെലിഗേറ്റിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ആ വർക്കിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക, അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും. അങ്ങനെ അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷിംഗ് എ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺസ്. അതുപോലെ തന്നെ
അവിടെ ഉണ്ടാകുന്ന എംപ്ലോയീസിന് തമ്മിൽ നല്ലൊരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ എന്നൊക്കെ പറഞ്ഞില്ല, അതാണ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഗ്രൂപ്പ് ചെയ്യുകയും അതിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പേഴ്സൺ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്ത് അതിലുണ്ടാവുന്ന അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ഇഫക്റ്റീവായിട്ട് നമ്മൾക്ക് ഗ്രൂപ്പ് വർക്ക് ചെയ്യുവാനും പീപ്പിൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗ്രൂപ്പിംഗ് ടുഗദർ ടു അച്ചീവിങ് എ കോമൺ ഗോൾ, ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കോമൺ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ? ഒന്നാമത്തെ ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ഐഡന്റിഫൈ ചെയ്യുക, അത് ഗ്രൂപ്പ് ചെയ്യുക. അടുത്തെന്താ ചെയ്യുന്നത്? അതിനെ നമ്മൾ ആ വർക്കിനെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ അത് വീതിച്ചു കൊടുക്കുന്നു, അതിൻ്റെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. അവിടെ നല്ലൊരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പീപ്പിൾ വർക്ക് ടുഗദർ ആണ്, ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു. അതായത് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ അച്ചീവ് ചെയ്യുക. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഓർഗനൈസിങ്. അതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ദസ് ഓർഗനൈസിങ് മീൻസ് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വർക്ക് ടു അക്കംപ്ലിഷ് എ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷണൽ ഗോൾ സെറ്റ് ചെയ്യുവാൻ വേണ്ടി അല്ലെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയും അതിനെ സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറായി വെക്കുകയും സ്ട്രക്ചർ കീപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഗോള് അച്ചീവ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾക്ക് ഓർഗനൈസിങ് എന്ന് പറയാം. സാധാരണ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വർക്ക് നല്ല രീതിയിൽ പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്യുകയും അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതിനാവശ്യമായ ഈ പറഞ്ഞ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഓർഗനൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട് ഓർഗനൈസിങ് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഓർഗനൈസേഷൻ ഓർ ഗുഡ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രവർത്തനത്തെയാണ് ഓർഗനൈസിങ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഓർഗനൈസിങ്. ഇനി എന്തൊക്കെയാണ് നാച്ചുറൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസിങ് നോക്കാം. അപ്പോൾ എന്താണ് ഓർഗനൈസിങ് എന്ന് നമ്മൾ വിശദമായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഓർഗനൈസിങ് നമ്മൾ സാധാരണ രീതിയിൽ കോളേജുകളിലൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നല്ലൊരു ഓർഗനൈസിങ് കമ്മിറ്റി ആയിരുന്നു അവർ, അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസിങ് കമ്മിറ്റി ഫോം ചെയ്യും. എന്തിനാണ് ഓർഗനൈസിങ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്? ആ ഫംഗ്ഷനെ കുറിച്ച് പ്രോപ്പറായി പ്ലാൻ ചെയ്യാനും അതിന് ഓരോ ആക്ടിവിറ്റീസും ആരാണ് ചെയ്യേണ്ടത്, ഓരോ ടൈമിങ്ങിലും എന്താണ് നടക്കേണ്ടത്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രോസസ്സായിട്ട് ഓർഗനൈസിങ് പ്രവർത്തിച്ചാൽ അവിടെ നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസിങ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇറ്റ്സ് എ ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി എന്ന് പറയാം. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോൾ ഓറിയന്റഡ് ഓർ ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് എ കോമൺ ഗോൾ ഓർ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നേരത്തെ സെറ്റ് ചെയ്ത പ്രീ ഡിറ്റർമൈൻഡ് ആയ ഗോൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. Therefore, it is simply called as it is a goal or goal directed or goal oriented activity. Then second one, it is the integration of human and non-human resources to attain organizational goals. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് അറേഞ്ചിങ് പീപ്പിൾ ആൻഡ് അതർ റിസോഴ്സസ് ടു വർക്ക് ടുഗദർ ടു അക്കംപ്ലിഷ് എ ഗോൾ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇറ്റ്സ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമണും അതുപോലെ തന്നെ നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും ഇന്റഗ്രേഷൻ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ അറ്റൈനിങ് നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഇറ്റ്സ് എ ഇന്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമ്മൾക്ക് പറയുവാൻ വേണ്ടി പറ്റും. Then third one, it involves grouping of activities into units like department, team, etc. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്.
നമ്മൾ ഓരോ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് അതിനെ ഓരോ യൂണിറ്റുകളാക്കി മാറ്റുന്നു. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓരോ ടീമായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓർഗനൈസേഷനിലാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ആ പറയുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഓരോ യൂണിറ്റുകളായിട്ട് അവരെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് into units like a department or team. Then fourth one, it encourage teamwork. Organizing എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം വർക്ക് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. വർക്ക് ടുഗദർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ടീം വർക്ക്. ഇറ്റ് എൻകറേജ് ടീം വർക്ക്. The next one, it's the foundation of management. Success of any institutions, സൗണ്ട് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾക്കറിയാം ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ്. ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻ ആണ് ഈ പറയുന്ന ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു സക്സസ് ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൗണ്ട് ഓർഗനൈസേഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഓർഗനൈസേഷൻ, സൗണ്ട് ഓർഗനൈസേഷൻ. അവിടെ നല്ലൊരു സൗണ്ട് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗണ്ട് ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ സക്സസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഓർഗനൈസേഷന്റെ ഓർഗനൈസിങ് കപ്പാസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനം എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി തന്നെ പറയുവാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓർഗനൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റി. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദ integration of first one, it's a goal directed activity. Then second one, it's the integration of human and non-human resources. Then third one, it involves grouping of activities into units like department, team, etc. Then fourth one, it encourages teamwork. Then fifth one, it is the foundation of management. Success of any institutions largely depends upon the sound organization capacity. Okay, that's all. It's the nature and characteristics of a organizing. Then next one, importance of organizing. എന്തൊക്കെയാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗനൈസിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ്, വിച്ച് ഈസ് ദ വോൾ സ്ട്രക്ചർ ഓഫ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ഓർഗനൈസിങ് എന്ന പ്രവർത്തനത്തെ കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നും. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ ഫംഗ്ഷൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഒരു സൗണ്ട് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല രീതിയിൽ ഓർഗനൈസിങ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു സൗണ്ട് ഓർഗനൈസേഷൻ എന്ന് നമ്മൾക്ക് പറയുവാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അതർ മാനേജീരിയൽ ഫങ്ഷൻസ്, പ്ലാനിങ്, ഡയറക്റ്റിങ്, ഈ പറയുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഈ പറഞ്ഞ ഫംഗ്ഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. അതർ മാനേജീരിയൽ ഫംഗ്ഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, അതർ മാനേജീരിയൽ ഫംഗ്ഷൻ മീൻസ് ഈ പറയുന്ന പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ഈ പറഞ്ഞൊക്കെ മാനേജീരിയൽ ഫംഗ്ഷനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നല്ലൊരു സൗണ്ട് ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷൻ ഒന്നും നേരായ രീതിയിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാം ഇറ്റ് ഫെസിലിറ്റേറ്റ് അതർ മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് നമ്മൾക്ക് വ്യക്തമായി തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് എൻഷ്യൂർസ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് വൺ, ഇറ്റ് എൻഷ്യൂർസ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. എന്താണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾക്കറിയാം ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഫീച്ചേഴ്സിൽ നമ്മൾ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഇന്റഗ്രേഷൻ ഓഫ് ഹ്യൂമൺ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമണും അതുപോലെ തന്നെ നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും ഇന്റഗ്രേഷൻ ആണ്
ഓർഗനൈസിങ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ ഓരോ വർക്കിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുകയും നമ്മൾ ഈ പറഞ്ഞ റിസോഴ്സസിനെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗനൈസേഷൻ്റെ എല്ലാ തരത്തിലുള്ള റിസോഴ്സും നമ്മൾ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം ഓരോ ആളും ചെയ്യേണ്ട വർക്ക് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുകയും അവർക്ക് ആവശ്യമായ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വേസ്റ്റേജ് എന്ന് പറയുന്ന സംഭവം കുറയുകയും എല്ലാവരും അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് വൺ, ഇറ്റ് എൻഷ്യൂർസ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. ദെൻ തേർഡ് വൺ, ഇറ്റ് കോർഡിനേറ്റ്സ് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ്. അവിടെ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചേർന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഈ വൈവിധ്യമായ എല്ലാ പ്രവർത്തനത്തെയും കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഓർഗനൈസിങ് എന്ന് പറയാം. നമ്മൾക്കൊരു ഓർഗനൈസേഷനിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവണം? നല്ലൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ ആവണം. അവിടെ നല്ല പ്രോപ്പറായ പാറ്റേൺ ഉണ്ടാവണം, പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ഡിവൈഡ് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വൈവിധ്യമാർന്ന എല്ലാ പ്രവർത്തനത്തെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ നല്ല രീതിയിലുള്ള ഓർഗനൈസിങ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഓർഗനൈസിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആക്ടിവിറ്റീസ് ഓർ ഈ പറയുന്ന ഡിവൈഡിങ് ദ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഓരോ വർക്കും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോരുത്തർക്കും അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഓരോരുത്തരും ചെയ്യേണ്ട പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ ആവുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് പറയാം. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഈ നല്ല രീതിയിൽ എഫിഷ്യൻസിയും ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റിയൊക്കെ നമുക്ക് ഈ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമ്പോൾ അൾട്ടിമേറ്റ്ലി ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും ഡൈവേഴ്സിഫിക്കേഷനും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനം അത് എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു? ഗ്രോത്തും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഹെൽപ്സ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഓർഗനൈസിങ്. ഇങ്ങനെയുണ്ടാണ് അവിടെ സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് വർക്ക്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കുകയും ആ ഗ്രൂപ്പിന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത വർക്ക് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാകുമ്പോൾ നമ്മൾ ടോട്ടൽ വർക്കിനെ നമ്മൾ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആ വർക്കിൽ അവർ മാസ്റ്റർ ആവുകയും അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുകയും അതുവഴി നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ ഇഫക്റ്റീവ്നെസ് വർദ്ധിക്കുകയും അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കുകയും ചെയ്യും. കാരണം അവിടെ എന്തുണ്ട്? സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് വർക്ക് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൽ അവരെന്ത് ചെയ്യും? സ്കിൽഡ് ആവും. അപ്പോൾ അത് ഈ ഓർഗനൈസിങ്ങിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾക്ക് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മൾക്ക് ഏത് സഹായിക്കുന്നുണ്ട്? ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നമ്മൾക്കറിയാം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനോ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാനോ ആരെന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനോ കോൺഫ്ലിക്റ്റോ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരെയും അതിൻ്റെതായ രീതിയിൽ നല്ല ക്ലിയർ ആയ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് അവിടെ അവർക്ക് ആവശ്യമായ വർക്ക് നൽകുകയും അവർക്ക് ആവശ്യമായ ഈ റിസോഴ്സസ് നൽകുകയും അതിനാവശ്യമായ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയുമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാവുന്ന ഹ്യൂമൻ റിസോഴ്സസ് തമ്മിലുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പും നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഓർഗനൈസിങ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുള്ളിൽ അവിടെ ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അതർ മാനേജീരിയൽ ഫംഗ്ഷൻ, മറ്റുള്ള എല്ലാ മാനേജീരിയൽ ഫംഗ്ഷനെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ഒപ്റ്റിമം ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഓർഗനൈസിങ് ആണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഡൈവേഴ്സായ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓർഗനൈസിങ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നമ്മൾക്ക് ഇവിടെ ഒഴിവാക്കുവാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ക്ലിയർലി ഡിഫൈൻഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇവിടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ നമ്മൾക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ സിക്സ്ത് വൺ ആയിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ സ്പെഷ്യലൈസേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ദെൻ സെവൻത്ത് വൺ ഇറ്റ് ക്രിയേറ്റ്സ് ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു. അതിലൊരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് രണ്ടിലും ഈ ഒരു ഉത്തരം തന്നെ എഴുതാം. ഈ ഒരു 7 പോയിന്റ് മാത്രമല്ല, ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അറിവിൽ നിന്നും എഴുതുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 7 പോയിന്റ് മാത്രമല്ല ഫൈനൽ, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ 7 പോയിന്റുകളാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് സ്വമേധയാ എഴുതുവാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ പ്ലാനിങ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗൈഡ് ലൈൻസ് ഫോർ പ്ലാനിങ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു എഫിഷ്യൻ്റ് ആയ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ള ഗൈഡ് ലൈൻസിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ മീൻസ് ഇറ്റ്സ് എ ഗൈഡ് ലൈൻസ് ഫോർ പ്ലാനിങ് ആൻഡ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് അതിലെ എഫിഷ്യൻ്റ് ആയ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് ലേബർ. ഇതൊക്കെ നമ്മൾ 14 പ്രിൻസിപ്പിളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണൊക്കെ. ഡിവിഷൻ ഓഫ് ലേബർ. According to this principle, the entire work in the organization should be divided into specific job and specific job should be given to an individual. This leads to specialization and increased efficiency. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ ഓരോ സബ് ജോബുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് ഓരോ ഇൻഡിവിജ്വലിനും നമ്മൾ ആ ഓരോ ജോബുകളും കൊടുക്കുന്നു. അങ്ങനെ അവരത് കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ ആർ ബിക്കം എ മാസ്റ്റർ ഓഫ് ദാറ്റ് വർക്ക്. ആ വർക്കിൽ അവർ എന്താവും, മാസ്റ്റർ ആവും എന്ന് പറയും. ഇറ്റ് ലീഡ്സ് ടു എ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. അതുവഴി നമ്മൾക്ക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കുവാനും വേണ്ടി സാധിക്കും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ മീൻസ് ദ എൻറ്റയർ വർക്ക് ഡിവൈഡഡ് ഇൻറ്റു certain units or certain sub job, each job given to the each employees. Okay, then second one, unity of objectives. Unity of objectives എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ് അല്ല. ഒരു ഓർഗനൈസേഷൻ്റെ പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം എത്തുന്നത് ഒരു കോമൺ ആയ ഒരു ഒബ്ജക്റ്റീവിലേക്കാണ്.
അപ്പോൾ ആ കോമൺ ആയ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായ ചെറിയ ചെറിയ ഗോൾസുകളാണ് ഓരോ എംപ്ലോയീസിനും നമ്മൾ നൽകുന്നത്. അപ്പോൾ അവരെല്ലാവരും അവർക്ക് ഡിറ്റർമിൻ ചെയ്ത അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫൈ ചെയ്ത ഓരോ ഗോളുകളും അച്ചീവ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് ദ എൻ്റയർ ഓർഗനൈസേഷൻ ഗോസ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ദെയർ ഫൈനൽ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദ എൻ്റയർ ഓർഗനൈസേഷൻ ആൻഡ് എനി പാർട്ട് ഓഫ് ഇറ്റ് മസ്റ്റ് ഫങ്ഷൻ ഹാർമോണിയസ്ലി to accomplish the objective of the organization. ഓർഗനൈസേഷന്റെ എൻ്റയർ ഓർഗനൈസേഷനും അതിൻ്റെ പാർട്ട് ഓഫ് ഓർഗനൈസേഷനും എല്ലാവരും ഒരുമിച്ചു നിന്നുകൊണ്ട് അവർ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷന്റെ ഒരു ഗോളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ് എല്ലാവരിലും എത്തിച്ചേരുന്നത് ഒരു പ്രത്യേകമായ ഒരു സ്പെസിഫിക് ആയ അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയ ഒബ്ജക്റ്റീവിലേക്കാണ് എന്ന് നമുക്ക് പറയാം. The next one, span of control അല്ലെങ്കിൽ span of management എന്ന് പറയും. Span of control or span of management. Span of control refers to the number of subordinates a manager or superior can effectively supervise or manage. അപ്പോൾ span of control എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റിനെയാണ് ഒരു മാനേജർക്ക് ഒരു സുപ്പീരിയർക്ക് ഒരേ സമയം ഇഫക്റ്റീവായിട്ട് സൂപ്പർവൈസ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും പറ്റുന്നത്, അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ ഓർ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ ഞാൻ പറഞ്ഞത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റിനാണ് ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർക്ക് ഒരേ സമയം ഇഫക്റ്റീവായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യുവാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യുവാനും പറ്റുന്നത്, അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ an executive or manager need not to supervise more subordinate than he can efficiently supervise. The span of control is generally 6 or 5 subordinate. അപ്പോൾ ഒരേ സമയം ഒരുപാട് എംപ്ലോയീസിനെ ഒന്നും ആര് മാനേജ് ചെയ്യേണ്ട, ഈ പറയുന്ന എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ മാനേജറോ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റൂല. അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുവാനും സൂപ്പർവൈസ് ചെയ്യാനും എത്ര നമ്പറാണ് സാധിക്കുന്നത്, അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ സ്പാൻ ഓഫ് കൺട്രോൾ ജനറലി 5 or 6 സബോർഡിനേറ്റ് ഒരു മാനേജറെ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഒരേ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുന്നത് സാധാരണ രീതിയിൽ 5 or 6 സബോർഡിനേറ്റിനെയാണ്. അതിൽ കൂടുതലായെങ്കിൽ അവർക്ക് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനെ മാത്രം മാനേജ് ചെയ്താൽ മതി. അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഓർഗനൈസേഷനിൽ വരുന്നത്. ദെൻ നാലാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഫങ്ഷണൽ ഡെഫിനിഷൻ. According to this principle, the functions is to be performed by an employee or by department must be well defined. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, jobs are clearly defined അല്ലെങ്കിൽ വർക്ക്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. നമ്മൾ നേരത്തെ തന്നെ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട വർക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഫംഗ്ഷനും നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് അത് അസൈൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും കൊടുക്കുന്നു. അതാണ് ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ആൻ എംപ്ലോയീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓക്കെ, തന്നെയാണ് ഫങ്ഷണൽ ഡെഫിനിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ, എല്ലാ സംഭവങ്ങളും ഉണ്ടായെങ്കിലും അവിടെ നല്ല രീതിയിൽ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ എഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ദ ഇഫർട്ട് ഓഫ് എവറി വൺ ഇൻ ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി കോർഡിനേറ്റഡ് ടു അച്ചീവ് എ കോമൺ ഗോൾസ്. ഒരുപാട് വ്യക്തികളുണ്ട് ഓർഗനൈസേഷനിൽ, അവർ ഓരോരും അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. പക്ഷെ ആ ചെയ്തുകൊണ്ടേ നിന്നുകൊണ്ട് കാര്യമില്ല, ആ എല്ലാ ആക്ടിവിറ്റിയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോമൺ ഗോളിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി പറ്റണം. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓർഗനൈസേഷന്റെ കോമൺ ഗോളിലേക്ക് എല്ലാവരും ചെയ്യുന്ന വർക്കിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുകയാണ് കോർഡിനേഷനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് മറ്റൊരു പ്രിൻസിപ്പിൾസ് ആയിട്ട് ഓർഗനൈസേഷന്റെ പറയുന്നത്. The next one, unity of command. Unity of command ആണ് അടുത്തതായിട്ട് പറയുന്നത്. According to this principle, a subordinate should receive a order from one superior only and should be accountable to that superior only.
അപ്പോൾ നോക്കുക, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് സബോർഡിനേറ്റ് ഓർഡർ സ്വീകരിക്കേണ്ടത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അക്കൗണ്ടബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരേ സമയത്ത് ഒരുപാട് സുപ്പീരിയറിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റർ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സബോർഡിനേറ്റിന് ഈ പറയുന്ന സുപ്പീരിയറിനെ ആയിട്ട് അക്കൗണ്ടബിൾ ആവാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ആ രീതിയിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് പറഞ്ഞാൽ അറ്റ് എ ടൈം വൺ ഡയറക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഒരു സബോർഡിനേറ്റിന് അറ്റ് എ ടൈമിൽ ഓർഡർ സ്വീകരിക്കാവുന്നത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. It requires that each employee is referred to in only one boss. ഓരോ എംപ്ലോയീസിനും ഓരോ ബോസ് ഉണ്ടാവുക എന്നുള്ളതാണ്. The next one, seventh one, unity of direction. Unity of direction. This principle states that there must be one plan for a group of activities having the same objective. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു പൊതുവായ ഒബ്ജക്റ്റീവിലേക്ക് നീങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പൊതുവായിട്ട് ഒരു ഡയറക്ഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there must be one plan. ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ ഒരു ഗ്രൂപ്പിന് അവർക്ക് കൊടുക്കേണ്ടത് ഒരു പൊതുവായ ഒരു പ്ലാനാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2-3 ഗ്രൂപ്പ് ഉണ്ട്. അവർ 3 ഗ്രൂപ്പും ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് 3 ആർക്കും വേറെ പ്ലാനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 3 പേർക്കും ഒരേ തരത്തിലുള്ള സാഹചര്യവും ഒരേ തരത്തിലുള്ള ഫെസിലിറ്റിയും ഒരേ തരത്തിലുള്ള പ്ലാനുമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദി പ്രിൻസിപ്പിൾ states that there must be one plan for a group of activities having the same objective. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ട ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് സെയിം അല്ലെങ്കിൽ വൺ പ്ലാൻ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ നിങ്ങളൊക്കെ വിശദമായ രീതിയിൽ പഠിച്ചതാണ് നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ. According to this principle, there must be an unbroken chain of authority running from top to bottom of the organization. ഓർഗനൈസേഷനിൽ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഘടനയുണ്ട്, ഒരു ചെയിൻ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ആ രീതിയിലുള്ള ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട് അവിടെ. ആ ചെയിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അൺബ്രോക്കൺ ആവാം, അതായത് നമ്മൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ചെയിൻ ഉണ്ട് അവിടെ. അതെങ്ങനെ? അതോറിറ്റി റണ്ണിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടാണ് ഓർഡേഴ്സുകൾ വരുന്നത്. ഓക്കെ, അതോറിറ്റി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. അതിനെയാണ് സ്കാലാർ ചെയിൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മറ്റൊരു പ്രിൻസിപ്പിൾസ് ആണ് ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ വേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, എഫിഷ്യൻസി. എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. According to this principle, the organization structure should enable the management to attain the objectives at a minimum cost. There should not be any waste. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഓർഗനൈസേഷനും ഓരോ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ നിർബന്ധമായിട്ടും അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ മാത്രം പോരാ, അറ്റ് എ മിനിമം കോസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അവരുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്ന അതായിരിക്കണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്തുണ്ട്? എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം. അവിടെ വേസ്റ്റേജ് ഒക്കെ കുറവായിരിക്കും, അവരുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി എനേബിൾ എ മാനേജ്മെന്റ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് അറ്റ് മിനിമം സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിർബന്ധമായിട്ട് മാനേജ്മെന്റിന് അവരുടെ ഗോള് മിനിമം കോസ്റ്റിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ദെൻ 10th വൺ, ബാലൻസ്. എന്താണ് ബാലൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ദ വേരിയസ് പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് വർക്ക് ഇൻ എ ബാലൻസ്ഡ് മാനർ. നമ്മൾക്കറിയാം ഓർഗനൈസേഷന് ഒരുപാട് തരത്തിലുള്ള പാർട്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള സബ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ബാലൻസ് ആയിട്ട് കൊണ്ട് അവർ എന്ത് ചെയ്യണം? പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നോ ഫംഗ്ഷൻ ഷുഡ് ബി ഗിവൺ അൺടു എംഫസൈസസ്. അതായത് ഓരോ ഫംഗ്ഷനും ഒരു എന്താ പറയണ്ടേ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അല്ലാതെ ഓരോന്നിനും നമ്മൾ ഈ പക്ഷപാതം എന്ന് പറയില്ലേ, അങ്ങനെ പക്ഷപാതം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരാൾക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറവായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ ചെയ്യരുത്. ഓരോന്നിനും അതിൻ്റെതായ വെയിറ്റേജും ഓരോ യൂണിറ്റിനും അല്ലെങ്കിൽ ഓരോ പാർട്ടിനും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും അവരുടേതായ എന്ത് പറയേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ പിന്നെ പാർട്സിനെയും ഒരു ബാലൻസ് ആയിട്ട് നിർത്താൻ വേണ്ടി ഓർഗനൈസേഷനിൽ പറ്റണം എന്നുള്ളതാണ് ബാലൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. The next one, flexibility. The organization should be flexible so as to make necessary changes and when required. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്താണ് സാഹചര്യം വരുന്നത് നമ്മൾക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊറോണ കാലമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർഗനൈസേഷനിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കണം. ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും എല്ലാ ഓർഗനൈസേഷനും. എപ്പോഴാണ് അവർക്ക് നെസസറി ചേഞ്ചസ് വേണ്ടത് ആ സമയത്ത് അത് നടത്തുവാൻ വേണ്ടി പറ്റണം. The next one, responsibility. The superior is responsible for the activities of his subordinate. അപ്പോൾ സബോർഡിനേറ്റിനെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുക എന്നുള്ളത് സുപ്പീരിയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ സബോർഡിനേറ്റിനെ കൊണ്ട് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, അവർക്ക് ആവശ്യമായ സാധ്യതകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു സുപ്പീരിയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി സബോർഡിനേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ടു ദെയർ സുപ്പീരിയർ ഫോർ ദെയർ പെർഫോമൻസ്. സബോർഡിനേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയർ എന്താണ് അവർക്ക് ഏൽപ്പിച്ച് അസൈൻ ചെയ്ത ജോബ് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സുപ്പീരിയറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ടിവിറ്റീസ് സബോർഡിനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതും, സബോർഡിനേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയർ ഗൈഡ് നൽകുന്നത് പോലെ അല്ലെങ്കിൽ സുപ്പീരിയർ പറയുന്ന പോലെ ആക്ടിവിറ്റീസുകൾ ചെയ്യുക എന്നുള്ളതുമാണ്. അതാണ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. Then other principles. Other principles of organization includes continuity, communication, delegation, authority, exception. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതർ പ്രിൻസിപ്പിളായിട്ട്. അതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ അറിയുന്നത് കണ്ടിന്യൂറ്റി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. അപ്പോൾ 13 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ വളരെ വിശദമായ രീതിയിൽ ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് ലേബർ, സെക്കൻഡ് വൺ യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്, തേർഡ് വൺ സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷണൽ ഡെഫിനിഷൻ, കോർഡിനേഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കാലാർ ചെയിൻ, എഫിഷ്യൻസി, ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു ഓർഗനൈസിങ്ങിൻ്റെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് നമ്മൾ വളരെ വിശദമായ രീതിയിൽ പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടേമിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിഷയവുമായിട്ട് വീണ്ടും കാണാം.